യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. യേശുവിൻ വാഗ്ദാനമേ പാവനാത്മനേ, ജീവൻ നൽകുന്ന ചൈതന്യമേ പരിശുദ്ധാത്മാവേ. ആത്മാവേ എന്നിൽ നിറയണമേ, ആത്മാവേ എന്നിൽ നിറയണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ, അഭിഷേകത്തിൻ നിറവായി മാറ്റണമേ. ഓരോ ക്രിസ്ത്യാനിയും വലിയ വിളി ലഭിച്ചവരാണ്. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ വളരുവാനും മറ്റുള്ളവരെ വളർത്തുവാനും വിളിക്കപ്പെട്ടവരാണ് നമ്മൾ. പക്ഷേ പലപ്പോഴും മറ്റുള്ളവരെ തളർത്തുകയും സ്വയം അഹങ്കരിക്കുകയും ചെയ്യുന്നവരായി നാം മാറുമ്പോൾ തീർച്ചയായും അത് നമ്മിലുള്ള പൈശാചികതയുടെ പ്രതിഫലനമാണ്. പലപ്പോഴും നമ്മുടെ ദുരഭിമാന ചിന്തകൾ സ്വയം ഒതുങ്ങിക്കൂടുകയും മറ്റുള്ളവരിലെ നന്മകളെ തകർക്കുകയും ഇതിന് കാരണമാകുന്നു. തലമുറകൾ നന്മയുള്ളവരായി മാറണമെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ നന്മ നിക്ഷേപിക്കാൻ സാധിക്കണം. നല്ല ഫലം ലഭിക്കണമെങ്കിൽ നല്ല വൃക്ഷം ആവശ്യമാണെന്ന ബോധ്യത്തിൽ വളർന്ന് ഉത്തമ ക്രിസ്ത്യാനിയായി മാറുവാൻ പ്രാർത്ഥനയോടെ ഈ വചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഇന്ന് നമുക്കായി വചനം പങ്കുവെക്കുന്നത് കാരിസ്മ ഡയറക്ടറായ കുര്യൻ കാരിക്കൽ അച്ഛനാണ്. അച്ഛൻ്റെ വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. ഈശോയിൽ പ്രിയ ശ്രോതാക്കളെ, നമുക്കിവിടെ ലഭിക്കുന്നത് ഒരു വചന വിരുന്നാണ്. ഈ വിരുന്നിലേക്ക് നിങ്ങളേവർക്കും സ്വാഗതം. 2 തീമോത്തി 3-ാം അധ്യായം 16-ാമത്തെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നൊരു കാര്യം, വചനം ദൈവനിവേശിതമാണ്. വചനത്തിൻ്റെ സൽഫലങ്ങളെക്കുറിച്ച് അവിടെ പറഞ്ഞിട്ടുണ്ട്. അവ തെറ്റുതിരുത്തുന്നതിനും ശാസനത്തിനും പ്രബോധനത്തിനും ഉപകരിക്കുന്നതാണ്. ഈ വചനവിരുന്നിൽ പങ്കെടുക്കുമ്പോൾ നമുക്ക് ആവശ്യമായ പ്രബോധനം ലഭിക്കുവാൻ, വിശുദ്ധീകരണം ലഭിക്കുവാൻ, സൗഖ്യം ലഭിക്കുവാൻ, അഭിഷേകം ലഭിക്കുവാൻ ദൈവത്തോട് പ്രത്യേകം പ്രാർത്ഥിക്കാം. പിതാവേ, പരിശുദ്ധാത്മാവിനെ അയച്ച് ഞങ്ങളെ സഹായിക്കണമേ. വചനം കേൾക്കുവാൻ, വചനം മനസ്സിലാക്കുവാൻ, അത് ഹൃദയത്തിലേക്ക് ഏറ്റെടുത്ത് അതിന് വേണ്ടതുപോലെ പ്രത്യുത്തരം നൽകി രക്ഷയും സൗഖ്യവും പ്രബോധനവും പ്രാപിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മളിന്ന് ചിന്തിക്കുന്ന വിഷയം ഒരു ക്രിസ്ത്യാനിയുടെ കടമയെക്കുറിച്ചാണ്. ക്രിസ്തുവിലേക്ക് വളരാനും ക്രിസ്തുവിലേക്ക് മറ്റുള്ളവരെ വളർത്താനുമുള്ള കടമയുള്ള വ്യക്തിയാണ് ഏതൊരു ക്രിസ്ത്യാനിയും. ഏതാനും വചനഭാഗങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ ഇക്കാര്യം വളരെ വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ വളരണം. വളർന്ന ഒരു വ്യക്തിക്ക് വൻ കാര്യങ്ങൾ ഈ ലോകത്ത് ചെയ്യാൻ പറ്റും. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, ആഴമായൊരു മാനസാന്തരം സംഭവിച്ച് കർത്താവിനെ പ്രതി തീഷ്ണത ഉള്ളിൽ വന്ന ഒരു വ്യക്തിയാണ് പൗലോസ്ലീഹ. ആ ഒരൊറ്റ വ്യക്തിക്ക് ഈ ലോകത്ത് ചെയ്യാൻ പറ്റിയ, സഭയിൽ ചെയ്യാൻ പറ്റിയ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അതുപോലെ വളർന്ന് ഏതാനും വ്യക്തികളുണ്ടെങ്കിൽ അവർക്ക് എത്ര വലിയ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളർന്ന ഒരു വ്യക്തിക്ക്
വൻകാര്യങ്ങൾ ചെയ്യാൻ പറ്റും. വളരാത്ത ഒരു വ്യക്തിക്ക് ഒത്തിരി നന്മ നശിപ്പിക്കാനും പറ്റും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, വളർന്ന് വലിയ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ ഗ്രൂപ്പിൽ പെടാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. ഇക്കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഏതാനും വചനങ്ങളിലൂടെ നമ്മുടെ മനസ്സൊന്ന് കടത്തിക്കൊണ്ട് പോകാം. ഹെബ്രായ ലേഖനം 6-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വചനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നാം ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് വളരണം. നമ്മളെന്നോ ആരംഭിച്ച ആത്മീയത, അവിടെ ആ അവസ്ഥയിൽ നിന്നാൽ പോരാ. നമ്മൾ മുമ്പോട്ട് പോകുന്നതനുസരിച്ച് ദൈവവചനത്തിൻ്റെ പ്രഥമ പാഠങ്ങൾ പിന്നിട്ട് പക്വതയിലേക്ക് നമ്മൾ വളരണം. പ്രിയപ്പെട്ടവരെ, ഒത്തിരിയേറെ വചനഭാഗങ്ങൾ ഈ ഒരു ആശയം നമ്മുടെ മുമ്പിൽ കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. അതിലേതാനും ചില വചനഭാഗങ്ങൾ നിങ്ങളെ ഓർമ്മിപ്പിക്കട്ടെ. യൂദാസിൻ്റെ ലേഖനം ഒരധ്യായമേ ഉള്ളൂ. 20-ാമത്തെ വചനം പറയുന്നത് ഇപ്രകാരമാണ്: പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പവിത്രമായ വിശ്വാസത്തിൽ അഭിവൃദ്ധി പ്രാപിക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കണം. പ്രാർത്ഥിക്കാൻ പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ ആത്മാവിൽ ലയിച്ചുള്ള പ്രാർത്ഥന, ബുദ്ധി ഉപയോഗിച്ചുള്ള പ്രാർത്ഥനയേക്കാൾ എൻ്റെ ആത്മാവ് ദൈവത്തിൻ്റെ ആത്മാവോട് ചേർന്നുള്ള പ്രാർത്ഥന, അതാണ് കൂടുതൽ ഫലമണിയുന്നത്. ദൈവത്തിൻ്റെ സ്നേഹം രുചിച്ച് ആ സ്നേഹത്തിൽ നമ്മുടെ ജീവിതത്തെ രൂപപ്പെടുത്താൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥന. പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിച്ച് പവിത്രമായ വിശ്വാസത്തിൽ നമ്മൾ അഭിവൃദ്ധിപ്പെടണം. അതാണ് ഈ ലേഖനത്തിൽ നമ്മൾ വായിച്ചു കേൾക്കുന്നത്. പ്രിയപ്പെട്ടവരെ, വളർച്ച, നമ്മുടെ ജീവിതത്തിൽ വളർച്ച ലക്ഷ്യമാക്കി നാം ജീവിതം മുമ്പോട്ട് നയിക്കണം എന്നതല്ലേ ഈ വചനത്തിൻ്റെ സന്ദേശം. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വചനം. എഫേസ്യസ് 4:15 പറഞ്ഞിരിക്കുന്നത്, ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. നമ്മളൊക്കെ ആ ശിരസിനോട് ചേർന്ന് നിൽക്കുന്ന ശരീരഭാഗങ്ങളായിട്ട് മാറണമെന്ന്. ശിരസായ ക്രിസ്തുവിലേക്ക് എല്ലാ വിധത്തിലും നാം വളരണം. ഏതെങ്കിലും ഒരു രീതിയിൽ നമ്മൾ വളർന്നാൽ പോരാ, എല്ലാ വിധത്തിലും നമ്മൾ വളരണം. പ്രായത്തിൽ മുമ്പോട്ട് പോകുമ്പോൾ ജ്ഞാനത്തിലും ആത്മീയതയിലും മറ്റെല്ലാ കാര്യങ്ങളിലും നമുക്ക് വളർച്ച പ്രാപിക്കാൻ സാധിക്കണം. അതാണ് ദൈവത്തിൻ്റെ വചനം നമ്മെ ഓർമ്മിപ്പിക്കുക. വീണ്ടും നമ്മൾ കാണുന്നുണ്ട് 2 പത്രോസ് 2-ാം അധ്യായത്തിൻ്റെ 18-ാമത്തെ വചനം പറയുന്ന ഇപ്രകാരമാണ്: യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും അവനെക്കുറിച്ചുള്ള അറിവിലും നാം വളരണം. യേശുവിൻ്റെ കൃപ, യേശുവിനെക്കുറിച്ചുള്ള അറിവ്, നമ്മുടെ വളർച്ച ആ രീതിയിലാണോ പോകുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ്. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും 2 തെസ്സലോനിക്ക 2-ാം അധ്യായം 17-ാമത്തെ വചനം. 2 തെസ്സലോനിക്ക 2:17 നമ്മൾ നേടേണ്ട മറ്റൊരു വളർച്ചയെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൽപ്രവൃത്തികളിൽ സമ്പന്നരായി തീരാൻ നമുക്ക് പറ്റണം. സൽപ്രവൃത്തികളും അതുപോലെ തന്നെ സദ്വചനങ്ങളും, അതിലൂടെ നമുക്ക് ലഭിക്കുന്ന ശക്തി നമ്മൾ ആർജിച്ചിരിക്കണം എന്ന് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. വീണ്ടും പ്രിയപ്പെട്ടവരെ, മറ്റൊരു സമൃദ്ധിയെക്കുറിച്ച്, വചന സമൃദ്ധിയെക്കുറിച്ച് പൗലോസ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. കൊളോസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. അവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ഉറപ്പാക്കേണ്ട ഒരു സമൃദ്ധി, വചന സമൃദ്ധി. നമുക്ക് ഈ ലോകത്ത് മറ്റെന്തെല്ലാം നേടിയെടുക്കാൻ പറ്റിയാലും പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനത്തിൽ വളരാൻ നമുക്ക് പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ സമൃദ്ധി പ്രാപിച്ച വ്യക്തികളായി മാറണമെന്നില്ല. സാമ്പത്തികമായിട്ടും വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിലുമൊക്കെ നമുക്ക് വലിയ ഉയർച്ചയും വളർച്ചയും വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷെ അതിനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തുവിൻ്റെ കൃപയിലും
അവിടുത്തെ വചന സമൃദ്ധിയിലും നമ്മൾ വളരുക എന്നുള്ളത്. നമ്മൾ വളരുന്നത് പോലെ തന്നെ നമ്മൾ ചെയ്യേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റുള്ളവരെ വളർത്തുന്നവരായിട്ട് നമ്മൾ മാറണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, മറ്റുള്ളവരെ വളർത്താൻ നമുക്ക് പറ്റണമെങ്കിൽ ആദ്യം നമ്മൾ വളരേണ്ടതുപോലെ വളരണം. യേശു ക്രിസ്തുവിലേക്ക്, ശിരസായ ക്രിസ്തുവിലേക്ക് ശരിയായ രീതിയിൽ വളർന്ന ഒരു വ്യക്തിക്കും മറ്റുള്ളവരെ വളർത്താതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ അറിഞ്ഞ വ്യക്തികൾ, യേശുവിനെ തിരിച്ചറിഞ്ഞ വ്യക്തികൾ, അവർ ചെയ്തൊരു കാര്യം യേശുവിനെ അറിയിക്കാൻ വേണ്ടി ഓടുകയാണ് ചെയ്തത്. നമ്മൾ കാണുന്നുണ്ട് പത്രോസും അന്ത്രയോസും സഹോദരങ്ങൾ. അതിലാദ്യം കർത്താവിനെ കണ്ടുമുട്ടിയതും കർത്താവിനെ അറിഞ്ഞതും അന്ത്രയോസാണ്. അതിനുശേഷം അവൻ ചെയ്തൊരു കാര്യം, ആദ്യത്തെ പ്രവൃത്തി തന്നെ അവൻ പോയി തൻ്റെ സഹോദരൻ പത്രോസിൻ്റെ അടുത്തേക്ക്, എന്നിട്ട് അവനെ കൂട്ടി യേശുവിൻ്റെ പക്കലേക്ക് പോകുന്ന അന്ത്രയോസിനെയാണ് നമ്മൾ കാണുക. അപ്പം അതുകൊണ്ട് യേശുവിനെ അറിഞ്ഞാൽ ആ യേശുവിനെ നമുക്ക് അറിയിക്കാതിരിക്കാൻ പറ്റില്ല. ദൈവത്തെ നമ്മൾ മനസ്സിലാക്കിയാൽ ആ ദൈവത്തെക്കുറിച്ച് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ നമുക്ക് പറ്റില്ല. എൻ്റെ പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യത്തിലേക്ക് കടന്നു വന്നാൽ നമ്മളൊക്കെ വളരുകയും ഒപ്പം മറ്റുള്ളവരെ വളർത്തുകയും ചെയ്യുന്ന ആ ഒരവസ്ഥയിലേക്ക് ഉയർത്തപ്പെടും. നമ്മൾ വളർന്നവരാണോ എന്ന് തിരിച്ചറിയാനുള്ള കുറച്ച് ടെസ്റ്റുണ്ട്. എൻ്റെ പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ വചനം നമ്മളെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം 33-ാമത്തെ വചനം. ഒരു വൃക്ഷത്തെ നമ്മൾ മനസ്സിലാക്കുന്നത് അതിൻ്റെ ഫലത്തിൽ നിന്നാണ്. അപ്പം അതുകൊണ്ട് നമ്മൾ വളർന്നവരാണോ എന്ന് തിരിച്ചറിയാനുള്ള ചില ടെസ്റ്റ്, അത് ദൈവത്തിൻ്റെ വചനത്തിൽ തന്നെ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഏതാനും ചില വചനഭാഗങ്ങളുടെ വെളിച്ചത്തിൽ നമ്മൾ വളർന്നതിൻ്റെ സൂചനയാണോ നൽകുന്നത്, അതോ വളരാത്തതിൻ്റെ സൂചനയാണോ നൽകുന്നത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. ഏതാനും ചില വചനഭാഗങ്ങൾ. 1 കൊറിന്തോസ് 1-ാം അധ്യായത്തിൻ്റെ 29 മുതൽ 31 വരെയുള്ള വചനഭാഗം. 1 കൊറിന്തോസ് 1-ാം അധ്യായം പലയിടങ്ങളിലായിട്ട് ഈ യാഥാർത്ഥ്യം പുറത്തു കൊണ്ടുവരുന്നത് കാണാൻ സാധിക്കും. നമ്മുടെ ഇടയിൽ തർക്കങ്ങളോ അസൂയ നിറഞ്ഞ പ്രവൃത്തികളോ ഒക്കെ ഉണ്ടെങ്കിൽ അഹങ്കാരത്തോടെ സംസാരിക്കുകയും ആത്മപ്രശംസ ചെയ്യുകയും ചെയ്യുന്ന അവസ്ഥയുണ്ടെങ്കിൽ പൗലോസ്ലീഹ പറയാണ്, നിങ്ങൾ വളർന്നിട്ടില്ല. യേശു ക്രിസ്തുവിലേക്ക് വളരേണ്ടതുപോലെ വളർന്നിട്ടില്ല. അതിൻ്റെ സൂചനയാണ് നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങൾ ഉണ്ടായിരിക്കുന്നത്, നിങ്ങളുടെ ഇടയിൽ അസൂയ നിറഞ്ഞു നിൽക്കുന്നത്. അതുകൊണ്ട് ആത്മീയ വളർച്ച പ്രാപിച്ചൊരു വ്യക്തിക്ക് അസൂയാൽ നയിക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അസൂയ നമ്മളെ നയിക്കുന്ന ആ ഒരവസ്ഥയുണ്ടെങ്കിൽ നമ്മൾ ഇനിയും വളർന്നിട്ടില്ല എന്നുള്ളതാണ് അവിടെ പ്രകടമാകുക. വീണ്ടും പ്രിയപ്പെട്ടവരെ, യാക്കോസ്ലീഹയുടെ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 16-ാമത്തെ വചനം. യാക്കോസ്ലീഹ 4:16 സ്ലീഹ നമ്മളെ ഓർമ്മിപ്പിക്കുന്ന ഒരു കാര്യം, ആത്മപ്രശംസ അത് വളരാത്തതിൻ്റെ സൂചനയാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ കർത്താവ് നമ്മളെ ഉപകരണമാക്കുമ്പോഴും അത് നമ്മെ ആത്മപ്രശംസയിലേക്ക് നയിക്കരുത്. പ്രശംസിക്കേണ്ടത് കർത്താവിനെയാണ്, നമ്മളെ പ്രശംസിക്കേണ്ടത് കർത്താവാണ്. അത് 2 കൊറിന്തോസ് 10-ാം അധ്യായത്തിൻ്റെ 17-18 വചനങ്ങളുടെ സന്ദേശവും അതാണ്. സ്വയം പ്രശംസിക്കുന്നവരല്ല, കർത്താവ് പ്രശംസിക്കുന്നവരാണ് സ്വീകാര്യരായിത്തീരുക. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൗത്യം നമ്മുടെ കർത്താവിനെ പ്രകീർത്തിക്കുക, അവനെ മഹത്വപ്പെടുത്തുക, അവനെ പ്രശംസിക്കുക, അവന് കൊടുക്കാവുന്നിടത്തോളം മഹത്വം കൊടുത്ത് അവൻ്റെ നാമം ഉയർത്തുക. അതാണ് ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന്, കറതീർന്ന ഒരു ക്രിസ്ത്യാനിയിൽ നിന്ന് കർത്താവ് പ്രതീക്ഷിക്കുന്നത് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. മറ്റൊരു കാര്യം, മർക്കോസിൻ്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതലുള്ള തിരുവചന ഭാഗങ്ങളിൽ നമുക്ക് പഠിക്കാൻ പറ്റും. സെബദീ പുത്രന്മാരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നൊരു കാര്യം ലൂക്കാ സുവിശേഷകനും മത്തായി സുവിശേഷകനും ഒരല്പം മാറ്റം വരുത്തി പറഞ്ഞിരിക്കുന്നത്
സെബദീപുത്രന്മാരുടെ അമ്മ ഈ ആവശ്യവുമായിട്ട് കർത്താവിനെ സമീപിച്ചു എന്നാണ്. ചോദിച്ചത് എന്താണെന്ന് നമുക്കറിയാം. നീ മഹത്വത്തിൽ വാഴുമ്പോൾ ഞങ്ങൾ രണ്ടുപേരിൽ ഒരാളെ ഇടത്തും മറ്റേയാളെ വലത്തും ഇരുത്തണം. ശിഷ്യന്മാരാവശ്യപ്പെട്ട ഒരു കാര്യം. അവരുടെ അമ്മയാണെങ്കിൽ അമ്മ വന്നിട്ട് ആവശ്യപ്പെട്ടത് എന്താണ്? കർത്താവെ, നീ മഹത്വത്തിൽ വാഴുമ്പോൾ എൻ്റെ ഈ രണ്ട് മക്കളിൽ ഒരാളെ നിൻ്റെ ഇടത്തും മറ്റേയാളെ നിൻ്റെ വലത്തും ഒന്നിരുത്താൻ തിരുമനസ്സാകണമേ. പ്രിയപ്പെട്ടവരെ, സ്ഥാനമാന ആസക്തി, സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി, പേരിനും പ്രശസ്തിക്കും വേണ്ടി അതിയായി ആഗ്രഹിച്ച് അതിനെന്തും ചെയ്യാൻ മനസ്സ് വെക്കുന്ന വ്യക്തികൾ വളരാത്തവരാണെന്ന് അവർ സൂചിപ്പിക്കുകയാണ് ചെയ്യുന്നത്. മറിച്ച് ആത്മീയ വളർച്ച പ്രാപിച്ച വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം ഇനിയും വിശുദ്ധിയിൽ വളരണം. മറ്റാരും എന്നെ പ്രശംസിക്കേണ്ട കാര്യമില്ല. അങ്ങനെ എനിക്ക് ദൈവത്തെ കൂടുതൽ കൂടുതൽ അറിഞ്ഞ് അനുഭവിച്ച് ആ ദൈവത്തിങ്കിലേക്ക് വളരാൻ സാധിക്കണം, ശിരസായ ക്രിസ്തുവിലേക്ക് വളരാൻ സാധിക്കണം എന്നുള്ള ആ ഒരു ചിന്തയാണ് നമുക്കുണ്ടാകേണ്ടത്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ സാധിക്കും, യേശുവിന് പേരും പ്രശസ്തിയും കൊണ്ടുവരാമായിരുന്ന പല സംഭവങ്ങൾ. ഇനി അതിൻ്റെ പിന്നിൽ യേശുവിൽ നിന്ന് അനുഗ്രഹം പ്രാപിച്ച വ്യക്തികൾ പോലും പറയുകയുണ്ടായി, നിന്നെക്കുറിച്ചും നീ ചെയ്ത കാര്യങ്ങളെക്കുറിച്ചും എവിടെ വേണമെങ്കിലും പോയി ഞാൻ പ്രകീർത്തിക്കാം. കർത്താവ് അതിന് സമ്മതിക്കാതിരുന്ന രംഗങ്ങളാണ് സുവിശേഷങ്ങളിൽ പലയിടത്തും നമ്മൾ കാണുക. എന്നിട്ടും പറഞ്ഞിരിക്കുന്നത് അവൻ്റെ കീർത്തി പൂർവാധികം വ്യാപിച്ചതേ ഉള്ളൂ. ആത്മീയ വളർച്ച പ്രാപിച്ച വ്യക്തികൾ അവർക്കായിട്ട് പേരും പെരുമയും ഉണ്ടാക്കാൻ പോകേണ്ട കാര്യമില്ല. അതവരെ തേടി വരും. കാരണം ആ ഒരവസ്ഥയിലേക്ക് കർത്താവ് അവരെ ഉയർത്തും. നമുക്ക് കാണാൻ സാധിക്കും, സ്നാപക യോഹന്നാൻ ഒരിക്കലും തന്നെ വലിയവനാക്കി കാണിച്ചില്ല. അവൻ വളരണം, ഞാൻ കുറയണം. യോഹന്നാൻ 3:30 സന്ദേശം അതാണ്. അപ്രകാരം ചിന്തിച്ച യോഹന്നാനെ കർത്താവ് ഉയർത്തുന്നത് കാണാൻ സാധിക്കും. കർത്താവ് അവനെ ഉയർത്തിക്കൊണ്ട് ലോകത്തോട് പറഞ്ഞൊരു കാര്യമുണ്ട്, സ്ത്രീകളിൽ നിന്ന് ജനിച്ചവരിൽ സ്നാപക യോഹന്നാനേക്കാൾ വലിയവനില്ല. അവിടെ പ്രിയപ്പെട്ടവരെ, ആത്മീയ പക്വതയും വൈകാരികത പക്വതയും പ്രാപിച്ചവരാണ് നമ്മളെങ്കിൽ നമ്മൾ നമുക്കായി പേരും പ്രശസ്തിയും ഉണ്ടാക്കാൻ പോകേണ്ട ഒരു കാര്യവുമില്ല. വീണ്ടും നമുക്ക് കാണാൻ സാധിക്കും, ദുരഭിമാനം, മത്സരബുദ്ധി എന്നീ കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ കിടക്കുന്നെങ്കിൽ നിശ്ചയമായും അത് നമ്മൾ വളരാത്തതിൻ്റെ സൂചനയാണ്. ഫിലിപ്പിയർ 2-ാം അധ്യായം 3 മുതലുള്ള വചനങ്ങൾ ഭാഗം വായിച്ചാൽ അതാണ് കാതലായ സന്ദേശം. മാത്സര്യമോ വ്യർത്ഥാഭിമാനമോ മൂലം നിങ്ങളൊന്നും ചെയ്യരുത്. ആത്മീയ പക്വത പ്രാപിക്കുന്നവർ കർത്താവിനെ അനുസരിക്കുന്നവരായിട്ടാണ് മാറുക. ഇനി ഈ നിർദ്ദേശം നമ്മൾ പാലിക്കാതെ ദുരഭിമാനത്തിൽ മത്സരബുദ്ധിയിൽ നമ്മൾ കഴിയുന്നെങ്കിൽ പ്രിയപ്പെട്ടവരെ, നമ്മൾ വളരാത്തവരാണെന്നാണ് അതിൻ്റെ സൂചന പുറത്തു വരിക. ഇക്കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് വളരാൻ ആഗ്രഹിക്കാം, മറ്റുള്ളവരെ വളർത്തുന്നവരായി മാറാൻ നമുക്ക് പരിശ്രമിക്കാം. നമ്മുടെ ഉപദേശം കേട്ടിട്ടല്ല ഉള്ളവർ വളരേണ്ടത്, മറിച്ച് നമ്മുടെ ജീവിതം കണ്ടിട്ട് നമ്മൾ ആത്മീയ പക്വത പ്രാപിച്ചവരാണെന്ന് മറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ സാധിച്ചാൽ അവരും അതിലൂടെ വളരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഈ ഒരവസ്ഥയിലേക്ക് നമ്മെ കൈപിടിച്ച് ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ ആരാധനയിലേക്ക് പ്രവേശിക്കാം. ആത്മാവുണരുന്ന നിമിഷം, ആനന്ദദായക നിമിഷം, കണ്ണീർ തുടയ്ക്കാൻ മാറോടു ചേർക്കാൻ ഈശോയിഴും നിമിഷം, ഇത് ആരാധനയുടെ നിമിഷം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലേക്ക് നിങ്ങളെ ഓരോരുത്തരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. നമുക്കൊന്നിച്ച് ദിവ്യകാരുണ്യത്തിൽ എഴുന്നള്ളിയിരിക്കുന്ന നസ്രായനായ യേശുവിനെ ആരാധിക്കാം, സ്തുതിക്കാം. അവിടുത്തെ അഭിഷേകം, അവിടുത്തെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് നമുക്ക് ഏറ്റെടുക്കാം.
പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിൽ നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് ഒരാത്മീയ വളർച്ചയ്ക്ക് ആവശ്യമായ അഭിഷേകത്തിന് വേണ്ടിയാണ്. അതിന് കർത്താവിനോട് ചേർന്നിരുന്ന് നമ്മൾ പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ടു, ക്രിസ്ത്യാനികളെന്ന നിലയിൽ നമ്മൾ വളർന്നുകൊണ്ടേയിരിക്കണം. മാത്രമല്ല, മറ്റുള്ളവരെ നമ്മൾ വളർത്തുന്നവരായിട്ട് മാറുകയും ചെയ്യണം. നമ്മൾ വളർന്നാൽ മാത്രമേ മറ്റുള്ളവരെ വളർത്താൻ നമുക്ക് സാധിക്കുകയുള്ളൂ. കർത്താവിൻ്റെ സന്നിധിയിൽ നമുക്ക് പ്രാർത്ഥിക്കാം. ലൂക്കായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 52-ാമത്തെ വചനം, എപ്രകാരം നമ്മൾ വളരണമെന്ന് അതിന് ഒരു മാതൃകയായിട്ട് യേശുവിനെ തന്നെ എടുത്തു കാണിച്ചിരിക്കുന്നത് കാണാൻ പറ്റും. അവൻ വളർന്നത് പ്രായത്തിലും ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും പ്രീതിയിലുമാണ്. അതൊരാത്മീയ വളർച്ചയാണ്. അതാണ് നമ്മുടെ ജീവിതത്തിലും സംഭവിക്കേണ്ടത്. നമുക്കൊന്ന് ആഗ്രഹിച്ച് അതിനായിട്ട് പ്രാർത്ഥിക്കാം. ആത്മീയമായി നമ്മൾ വളർന്നുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആവശ്യമായിട്ടുള്ള ഭൗതിക നേട്ടങ്ങളൊക്കെ ദൈവം നമ്മുടെ ജീവിതത്തിലേക്ക് ഇട്ടുതരുന്ന അനുഭവം നമുക്കുണ്ടാവും. വീണ്ടും നമ്മൾ എഫേസ്യർക്കാർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 14 മുതൽ വായിച്ചാൽ ആത്മീയ വളർച്ച ആഗ്രഹിക്കുന്നവർ ലക്ഷ്യം വെക്കേണ്ട ഒരു കാര്യം, ദൈവത്തിൻ്റെ സ്നേഹം അതിൻ്റെ ആഴവും നീളവും വീതിയും ഉയരവും അനുഭവിച്ചറിയുവാൻ, തിരിച്ചറിയുവാൻ, ഗ്രഹിക്കുവാനുള്ള ആ ഒരു അഭിഷേകം ഏറ്റെടുക്കണം. നമുക്കതിനായിട്ട് പ്രാർത്ഥിക്കാം. നമുക്ക് അല്പസമയം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് നമ്മുടെ കരങ്ങളൊന്ന് നീട്ടി, നമ്മുടെ ഹൃദയമൊന്ന് ഉയർത്തി, നമ്മുടെ മനസ്സൊന്ന് തുറന്ന് വിശ്വാസത്തോടെ കർത്താവിനെ വിളിക്കാം, കർത്താവിനെ സ്തുതിക്കാം. ദൈവമേ, ആത്മീയമായിട്ട് അവിടുന്ന് എന്നെ വളർത്തണമേ. കർത്താവെ, എൻ്റെ ജീവിതം കാണുന്നവരും എൻ്റെ പ്രവൃത്തികൾ കാണുന്നവരും ആത്മീയമായിട്ട് വളരുവാൻ അവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിനെ നമുക്കൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തോത്രം. ഒരു നിമിഷം നിങ്ങളുടെ കരങ്ങൾ ഹൃദയത്തോടൊന്ന് ചേർത്ത് വെച്ച് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളെ തന്നെ വിട്ടുകൊടുക്കുക. നിങ്ങളുടെ അവസ്ഥ എന്തുമാകട്ടെ, നിങ്ങളുടെ ഹൃദയാഭിലാഷം എന്തുമാകട്ടെ, കർത്താവിന് കൊടുക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കും. ദൈവത്തോട് വിശ്വാസത്തോടെ നിലവിളിക്കുന്ന ഒരു വ്യക്തിയെപ്പോലും ദൈവം അനുഗ്രഹിക്കാതെ വിടില്ല. ആ ഒരു ബോധ്യത്തോടെ പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കണ്ണുനീരും വേദനയും കർത്താവ് ഒപ്പിയെടുക്കുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാവും. നിങ്ങളുടെ ശരീരത്തിൽ നിന്നും രോഗങ്ങൾ വിട്ടുപോയ അനുഭവം കർത്താവ് നിങ്ങൾക്ക് നൽകും. അതിനായി നിങ്ങൾക്ക് വേണ്ടി പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന സമയമാണ്. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. ഉള്ളൊരുക്കി ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിക്കുക. കർത്താവേ, കരയുന്നവരുടെ കണ്ണുനീരൊപ്പുന്നവനാണ് അങ്ങ്. നിലവിളിക്കുന്നവരുടെ നിലവിളിക്ക് ഉത്തരം നൽകുന്നവനാണ് അങ്ങ്. കർത്താവേ, അങ്ങയോടാണ് ഈ മക്കൾ നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത്. ഇവരുടെ എല്ലാ വേദനകളും അവിടുത്തെ സന്നിധിയിൽ ഇറക്കി വയ്ക്കുന്നു. ഇവരുടെ രോഗാവസ്ഥകളും കുടുംബത്തിൻ്റെ പ്രശ്നങ്ങളും എല്ലാം കർത്താവേ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ കരം നീട്ടി ഇവരെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരുടെ നിലവിളിക്കും കണ്ണീരിനും അവിടുന്ന് ഉത്തരം നൽകി അനുഗ്രഹിക്കണമേ. പ്രിയപ്പെട്ടവരെ, പൗരോഹിത്യത്തിൻ്റെ അധികാരത്തിന് കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളുടെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നിങ്ങളുടെ കുടുംബത്തിനും ആവശ്യമായ കൃപയും അനുഗ്രഹവും പ്രദാനം ചെയ്യുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നമുക്കിപ്പോൾ സ്നേഹപൂർവ്വം വിശ്വാസത്തോടെ ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം ഏറ്റെടുക്കാം. ആയിരുന്നോനും ആയിരിക്കുന്നോനും വരുവാനിരിപ്പോനും സർവശക്തനും നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ, നീ മാത്രം പരിശുദ്ധൻ, പരിശുദ്ധൻ.